നമസ്കാരം. ദിസ് ഇസ് വിപിൻ ആശേരി. ഞാൻ ഒരു സങ്കടകരമായൊരു വസ്തുതയും വളരെ പേടിപ്പെടുത്തുന്നതുമായുള്ളൊരു കാര്യവും കൂടി പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ വൈകിട്ട് എക്സൈസ് ഓഫീസ് വരെ ഒന്ന് പോയി. അപ്പോൾ ഈ ലഹരിക്ക് എതിരെ നിൽക്കുന്നതുകൊണ്ടും അതിൽ നിന്ന് മോചനപ്പെട്ടതുകൊണ്ടും ഞാൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടും ഇതിൻ്റെ വസ്തുത അറിയാൻ വേണ്ടി ഞാൻ ഇന്നലെ എക്സൈസ് ഓഫീസ് വരെ ഒന്ന് പോയി. അപ്പോൾ അവർ പറഞ്ഞ കാര്യം കേട്ട് എൻ്റെ തലയിൽ ഞാൻ കൈവച്ച് പോയി. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, 100 ഗ്രാം കഞ്ചാവ് പിടിച്ചാൽ എന്താണ് ശിക്ഷ നിങ്ങൾക്കറിയോ? 100 ഗ്രാം കഞ്ചാവ് പിടിച്ചാൽ ശിക്ഷ വെറും 2000 രൂപ ഫൈനാണ്. വേറൊരു വസ്തുത, 39 ഗ്രാം കഞ്ചാവ് പിടിച്ചാൽ ഉള്ള ശിക്ഷയും ഇത് തന്നെയാണ്. അപ്പോൾ എന്താണ്, ഞാൻ എക്സൈസ് ഓഫീസിൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വളരെ സങ്കടകരമായ വസ്തുതയും പേടിപ്പെടുത്തുന്നതുമായ വസ്തുതയാണ്. അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ സാധ്യമല്ല. NDPS ആക്ട്, അവർ പറയുന്നത് NDPS ആക്ട് ഭേദഗതി ചെയ്യാതെ ഒന്നും സാധ്യമല്ല എന്നാണ് പറയുന്നത്. അതായത് നിലവിലുള്ള ശിക്ഷാ നിയമങ്ങൾ NDPS ആക്ട് ഭേദഗതി ചെയ്യാതെ ഒരു മാറ്റവും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലുണ്ടാവില്ല. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ NDPS ആക്ട് ഭേദഗതി ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ബിവറേജുകൾ നാഷണൽ ഹൈവേയിൽ നിന്നും 50 മീറ്ററും മാറ്റി സ്ഥാപിക്കണമെന്നത് 2018 പ്രമേയം പാസ്സാക്കിയതാണ് നമ്മുടെ സർക്കാർ. അപ്പോൾ ആ പ്രമേയത്തിനെതിരായിട്ട് നമ്മൾ കേരള സർക്കാർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ഹൈവേകളെല്ലാം പേര് മാറ്റി സംസ്ഥാന ഹൈവേകളായി മാറ്റി. അപ്പോൾ എന്താണ് കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ NDPS ആക്ട് ഭേദഗതി ചെയ്യാതെ ഈ നിയമങ്ങൾ മാറാതെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് മാത്രമല്ല, ഇതിനെതിരെ സംസാരിക്കുന്നവരെ എങ്ങനെയെങ്കിലും കേസിൽ കുടുക്കി കേസിൽ ബുക്ക് ചെയ്യും ഇവർ. അത് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും പരിമിതിയുണ്ട്. എക്സൈസുകാർ പറയുന്നത് കേട്ട് എൻ്റെ കിളി മൊത്തം പാറിപ്പോയി. അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഈ വീഡിയോയുടെ തമ്പനെയിൽ എന്ന് പറയുന്നത്, ഞാൻ വയ്ക്കാൻ പോകുന്നത് ഓരോരോ വ്യക്തികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കഞ്ചാവിൻ്റെ അളവും ആ ശിക്ഷിച്ച രീതിയും ഈ വീഡിയോയ്ക്ക് തമ്പനെയിലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് കാണുക, നിങ്ങളിത് മനസ്സിലാക്കുക. NDPS ആക്ട് ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇനി എൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമുക്ക് വിജയിക്കുന്നത് വരെ ഞാൻ പോരാടും. NDPS ആക്ട് ഭേദഗതി ചെയ്യാൻ വേണ്ടി ഇനി എൻ്റെ ശ്രമങ്ങൾ അതായിരിക്കും. Okay, thank you for watching my video. Please subscribe my channel.
ആൻഡ് enable the bell button. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ എല്ലാം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.